ഹലോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചീറ്റി പോയൊരു ട്രാൻസിഷൻ റീലാണ് കേട്ടോ. അമ്പലത്തിൽ പോകാൻ റെഡി ആയ സമയത്ത് ചെറിയൊരു ട്രാൻസിഷൻ റീൽ എടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് ഫ്ലോപ്പായി പോയി. പക്ഷേ വേറെ രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പവിക്കുട്ടിൻ്റെ പാൻറ്റ് അങ്ങോട്ട് ടൈറ്റ് ആയില്ല എന്ന് പറഞ്ഞ് അവനിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തനിയെ കിട്ടിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ റെഡിയായി. ഞങ്ങൾ ഒരു സ്കൂട്ടറിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ സ്കൂട്ടർ സ്റ്റാർട്ടാക്കിയപ്പോഴാണ് അങ്ങ് എത്താനുള്ള പെട്രോൾ ഇല്ലെന്ന് കണ്ടത് കേട്ടോ. പിന്നെ ഞങ്ങൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെന്നോടനെ പവിക്കുട്ടൻ്റെ കണ്ണ് കണ്ടത് വേറൊരു സ്ഥലത്തേക്ക് കേട്ടോ. ഇവിടെ ആലിൻ്റെ വേരിങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിൽ ആടണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവനവിടെ ആടി പയ്യെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഏത് അമ്പലത്തിലാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾ കടവൂർ അമ്പലത്തിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് മാലയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. ഇന്ന് അവിടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. പൂരം കഴിഞ്ഞിട്ട് തൃക്കടവൂർ ശിവരാജ് തിരിച്ചു വരുന്ന ദിവസം കൂടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടിറങ്ങി. പവിക്കുട്ടി ഇവിടെ ചുറ്റുവിളക്ക് കത്തിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തൊഴുതിട്ടിറങ്ങിയ സമയത്ത് ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ വിളക്ക് കത്തിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവനും കത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ ഒപ്പം കൂടി ഞങ്ങളിവിടെ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. തിരിച്ചു പോകുന്ന സമയത്ത് പവിക്കുട്ടൻ പറഞ്ഞു അവന് നല്ല ദാഹം ഉണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല ദാഹമാണല്ലോ. അങ്ങനെ അവൻ്റെ ദാഹം ഒന്ന് ശമിപ്പിക്കാൻ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഒരു കടയിൽ കയറി അവൻ്റെ ദാഹം ഒന്ന് ശമിപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ.